ഒരു റിയൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു റിയൽ ലൈഫിൽ വീണ്ടും വീഡിയോ തുടങ്ങാൻ പോണേട്ടാ. കുറേ ദിവസം എന്ന് വെച്ചാൽ കുറേ ദിവസമായി. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ സ്ഥിരമായിട്ട് ഒരു റിയൽ ലൈഫ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ഇന്ന് തുടങ്ങി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അനിലേട്ടനും ചേച്ചിയും അഞ്ജലിയൊക്കെ തിരിച്ചു പോണ ദിവസമാണ്. അപ്പോൾ അവരവിടെ അതിൻ്റെ ഒരുക്കങ്ങളാണ്. പെട്ടി പാക്കിങ്ങൊക്കെ ഇന്നലെ വൈകുന്നേരം ഏകദേശം തീർത്തിട്ടുണ്ട്. എന്നാലും ഇനി റാപ്പ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ഇടാത്ത ദിവസത്തെ വിശേഷങ്ങൾ ഒട്ടുമിക്കവനും വൈഡ് വ്ളോഗ്സിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. എന്നാലും സ്പെഷ്യലി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ മാവ്, ഈ മുന്നിലിരിക്കുന്ന മാവിൻ്റെ അവിടേക്കുള്ള കൊമ്പുകളൊക്കെ വെട്ടി ഇപ്പോൾ ഇവിടെ നേരം വെളുക്കുമ്പോൾ നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രഷായിട്ടുള്ള വെയിലുണ്ടല്ലോ, ആ വെയിൽ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാർപ്പ് മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കാർപ്പിനെ. അതും ഞാൻ ഈ ചാനലിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊക്കെ ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായതിൽ 3 എണ്ണം ഇന്നലെ ചത്തു. 4 എണ്ണം ഇട്ടിട്ടുണ്ടായതാണ്. പിന്നെ 3 എണ്ണം ചത്തു. ഒരെണ്ണം ചത്ത പോലെ കിടന്നതാണ്. അതിന് ഞാൻ ഈ വെള്ളത്തേക്ക് എടുത്തിട്ട് കഴിയുമ്പോൾ ആൾ ഓക്കെ ആയി. കാരണം ഇന്നലെ നല്ല വെയിലുണ്ടായപ്പോൾ ഈ വെയിലടിച്ചതായിരിക്കണം, വെള്ളത്തിന് ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെള്ളത്തിൽ ഇച്ചിരി അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂടടിച്ചപ്പോൾ അഴുക്ക് എന്തെങ്കിലും തരത്തിൽ ഫോം ചെയ്ത് അതിന് പറ്റാത്ത രീതിയിൽ ആവേത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 3 പേരും പടപടയെന്ന് പറഞ്ഞ് ചത്തുപോയത്. എനിക്ക് വേറെ ഒരു ഓപ്ഷനും കണ്ടില്ല. അവരെ മാറ്റിയിടാൻ ശ്രമിച്ചു, എങ്കിലും എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഈ ചെടികളും സംഭവങ്ങളൊക്കെ മുമ്പ് വെച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾ വൈഡ് വ്ളോഗ്സിൽ കൂടെ കണ്ടിട്ടുണ്ടാവണം. ഇല്ലാത്തവർക്ക് വേണ്ടി, വൈഡ് വ്ളോഗ്സ് കാണാത്തവർക്ക് വേണ്ടിയുണ്ടത്. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ വെച്ച് ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി. പിന്നെ ഉള്ളിലും ഞാൻ ചെടികളുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഹായ്, ഗ്രേസ് വേദോപദേശത്തിന് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു. നീ ലൈറ്റ് ഇട്ട് വെച്ചു വിടറി ഇവിടത്തേക്ക്. എന്ത് രസം. പിന്നെ അക്കുറിയെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി അക്കുറിയത്തിൽ നിന്ന് പൂപ്പലായി പിടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ രണ്ടുപേരും ട്വിൻസ് അല്ല. അപ്പൊ ഒരുമിച്ച് രണ്ടിനോട് നട്ടാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അക്കുറിയത്തിന് നമ്മളിത് ഇവിടേക്ക് അകത്തുകൊണ്ട് സെറ്റ് ചെയ്തു. പ്ലാന്റഡ് അക്കുറിയം തന്നെയായിട്ട്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് അഴുക്കുകളൊക്കെ ഇങ്ങനെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഫ്രണ്ടിലൊന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം എന്തോ മിക്സായി പോയതിൻ്റെ ഇതാണ് പെട്ടെന്ന് അഴുക്ക് വന്ന് നശിച്ചു വരുന്നത്. പെട്ടെന്ന് പച്ച കളറായി പോയിരുന്നു. ഇപ്പോൾ ഇതല്ലാട്ടെ ശരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. ഞാൻ ആ ലൈറ്റ് പറഞ്ഞിട്ട് ഇമ്മാക്കിയിട്ടായിരുന്നു എപ്പോഴും. ഇതാണ് ഇതിൻ്റെ വ്യൂ. അപ്പോൾ നമ്മുടെ കൊറിയ സുന്ദരമായി ഇങ്ങനെ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അമ്മ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര വീതിയായിരിക്കും. ഗ്രേസിന് ചെറിയൊരു ചുമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് അങ്ങോട്ട് വന്നാൽ കുഴപ്പമുണ്ടോ അളിയാ? ഞാനേ ഗ്രേസിനെ കൊണ്ടാക്കിയിട്ട് ഓടി വരാം. ഓക്കെ അളിയേ, വെയിറ്റ് ചെയ്യൂ. അയ്യോ ഒന്ന് വേവാ. ഓടി ഒരാൾ കുളിക്കായിരുന്നു, ഒരാൾ അടുക്കളയിലായിരുന്നു. ലിജി ആൻറ്റി വലിയാണ്. ബൈ ബൈ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്ക്. ചായ ഇവിടെ തരുമ്പോ ആരാ വരുന്ന കൂടെ? അവിടെ പോയിട്ട് പറ, ലിജാൻ്റെ കൂടെ പറഞ്ഞോ. ലിജാൻ്റെ ഉള്ളുണ്ട്, ഇറങ്ങണ്ട, പോയി പറഞ്ഞോ. കുളിക്കുന്ന ആളോട് ബാത്റൂമിൽ പോയി ബൈ ബൈ പറയുമ്പോ വരുന്നുണ്ടാ. അപ്പൊ എല്ലാവരും ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് വരാം. മോളിൽ നിന്നുള്ളൊരു വ്യൂ കൂടി പെട്ടെന്ന് കാണിച്ചു തരാട്ടാ. ഹായ്.
സുപ്രഭാതം സുപ്രഭാതം. അവിടെ മരങ്ങൾ വെട്ടിയിട്ട് അവിടുത്തെ തെങ്ങുണ്ടായത് വെട്ടി, ഇതേ ഇവിടെ ഒരു തെങ്ങുണ്ടായത് വെട്ടി, അതൊക്കെ ഇതേ സൈഡിലെടുത്ത് വെച്ചേക്കണ്. ഇവിടെയൊക്കെ ഒരു ഓപ്പണായി ഭയങ്കരമായിട്ട്. ഇതിന് വ്യത്യാസം തോന്നി പറയണേ എനിക്കും. ഞാൻ പോയിട്ട് വരാം. ടേഴ്സിൻ്റെ വേദോദശത്തിൻ്റെ സമയമായി. അപ്പോൾ ഇവരെ കൊണ്ടാക്കാനായിട്ട് ഇവർ ട്രെയിനിനാണ് പോകണേ. അപ്പോൾ ഇവരെ കൊണ്ടാക്കാനായിട്ട് ഗ്രേസ് വരുന്നില്ല, കാരണം ഈ വേദോദശം പോലെ. അപ്പോൾ ഗ്രേസിൻ്റെ വേദോദശത്തിന് വിട്ടിട്ട് അവിടെ നിന്ന് ഗ്രേസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാനാണ് പറഞ്ഞേക്കണേ. പോവാ, കീ എടുക്കട്ടെ. സ്റ്റീവ് നല്ല ഉറക്കത്തില്ല, കമന്ന് കിടന്ന് ഉറങ്ങണം. ഞാൻ പോയിട്ട് വരാട്ടെ, വിടോ? നീ എന്തിനാ ടവല്? അപ്പടെ ഹെൽമെറ്റ് അവിടെ ഇല്ല, ഒന്ന് എടുത്തു തന്നെ. അവിടെ ഇല്ല, ഒന്ന് എടുത്തു തരുമോ? കുറേ നാളായി വീഡിയോ എടുത്തിട്ടേ. അപ്പം അതിൻ്റേതായ ഒരു 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 ചെറിയ അതിൻ്റേതായ ചെറിയൊരു ഒരു 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 വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഈ ഹെൽമെറ്റ് അല്ല മോളെ, അതല്ല, മറ്റേ ഹെൽമെറ്റ് എവിടെയാ? മറ്റേതാടി. ഓ, നീ മുന്നിലിരിക്കണല്ലേ? ഫോൺ എടുത്തില്ലായിരുന്നു. സാറില്ലേ ഇവിടെ വരെ പോകാൻ? എന്താ ഫോൺ ഇത് വെച്ച് ശരിയല്ല. ചേച്ചി ഓ എന്നാ പിടി, അവ പോട്ടെ. ചേച്ചീനെ കാണിക്കണ്ടെന്ന് കാണില്ല, ചെറുതായിട്ട് കാണാമല്ലോ. ടാറ്റ. ബൈ ബൈ. ഏതാ ഞാൻ ചെയ്തോളാം. അടിയും വേണ്ട, മുളകും വേണ്ട. ആവശ്യമില്ലല്ലോ. ഞാൻ മാക്സിമം ഇങ്ങോട്ട് വലിച്ചോണ്ടി, ചേട്ടൻ മാക്സിമം അങ്ങോട്ട് വലിച്ചു. ഭാരം കൂടി പടിയതാ. ഇനി കൈ കിട്ടോ, അത് ചേട്ടന് വലിച്ചു. അടിയിലോട്ട് ഞാൻ തിരിച്ച് മുകളിൽ കൂടെ ഗ്ലാസ് ഉണ്ടാക്കാം. ഓക്കെ, പോട്ടെ. ഇങ്ങനെ ഇത് ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് റൗണ്ട് അടിക്കും. ഇങ്ങനെയുള്ള റൗണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. അത് ചേട്ടൻ നോക്കണ്ട, ലാസ്റ്റ് കത്തിയോട് കെട്ടിയെടുക്കാം. വേണ്ടേ? നമ്മൾ ഇങ്ങനെ ഒട്ടടിക്കാൻ പോകും. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കറക്കണം. ഓക്കെ, ഫസ്റ്റത് ഒന്ന് പിടിച്ചോ. ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടാവും. ലാസ്റ്റ് റൗണ്ട് അടിക്കാം. ഞാൻ ചുറ്റി പോകാം. നല്ലൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്യില്ല. ഈ പെട്ടി
ഇതിനെ കെട്ടിയിട്ടെ കെട്ടിയോ റൗണ്ട് കൊടുത്തു കഴിച്ചാൽ തോന്നും എന്ന് കെട്ടിണ്ടാട്ടോ കുറച്ച് കിട്ടും. മതി ഇവിടെ പിടിക്കാനൊരു സാധനം എന്തൊക്കെയാണ് അല്ലാതെ ഇവിടെ ഗ്യാപ്പുണ്ട് എവിടെ ഇവിടെ അതിങ്ങനെ റൗണ്ട് വന്നാൽ അടക്കം കൂടും. അത് കുഴപ്പമില്ല കുഴപ്പമില്ലേ? കുഴപ്പമില്ലയോ? ജസ്റ്റ് സ്ക്രാച്ച് ആവാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെട്ടികൾ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പെട്ടിയാണ്, സ്ക്രാച്ച് ആവാണ്ടിരിക്കാനാണ്. ഇത് നമ്മളെന്തായിരുന്നു പ്രശ്നം പറഞ്ഞത്? അതിന് നമ്മളൊരു സൈഡിൽ ഇവിടെ മാത്രം ഒരു റൗണ്ട് അടിച്ചിട്ടുള്ളൂ. അത് വേണമെങ്കിൽ കൂടുതലടിക്കാന്ന് പറഞ്ഞു. കെട്ടിച്ചു കെട്ടിച്ചു അങ്ങനെ പെട്ടി പാക്കിംഗ് തീർന്നതായി അറിയിച്ചുകൊള്ളുന്നു. പക്ഷെ ഇതിൽ നിന്ന് മീനിന്റെ മണം വരുന്നു. അപ്പോൾ നമ്മുടെ പെട്ടികളെല്ലാം താഴെ എത്തിയിട്ടുണ്ട്. വീട് ഞാൻ വിളിച്ചോട്ടെ. അപ്പം ഇനി വണ്ടീനെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എന്നിട്ട് വേണം ലഗേജൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കണമെങ്കിൽ. വണ്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇനി വെഹിക്കിളല്ലടി വെഹിക്കിൾ. എത്ര അപ്പോൾ കാറിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയില്ല കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. ഇപ്പോൾ ഇന്ന് ഇതേ അവിടെ നിന്ന് ചെറുതായിട്ട് മഴക്കാർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 ദിവസമായിട്ട് മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. രാത്രി നേരത്ത് ചെറുതായിട്ടൊക്കെ ചാറി വന്നെങ്കിലും പെയ്തിരുന്നില്ല. ഇനി ഭക്ഷണം കഴിക്കാൻ പോകും. ഇനി ഇതേ കഞ്ഞി കുടിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അഞ്ജലിയുടെ ഫേവറേറ്റ് എന്ന് പറയുന്ന എന്തൊരു ചമ്മന്തിയുടെ സവോള ചമ്മന്തി. ചിമ്മ എൻ്റെ പോയി ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ ഓ ഇവര് ചോറൊക്കെ കൊണ്ടുപോകണ്ട കേട്ടോ. പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അതുപോലെ വീണ്ടും റിപ്പീറ്റ് ഇപ്രാവശ്യം. എന്നിട്ട് എൻ്റെ പേര് ലെമൺ റൈസ്. ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ 2 ദിവസത്തേക്ക് ട്രെയിനിൽ നിന്ന് ഭക്ഷണം മേടിക്കാണ്ട് നമ്മുടെ ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തിരി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു.
ഇതേണ്ട നല്ല മഞ്ഞച്ചോറ്. ആ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അപ്പോൾ ഈ ചോറും കൊണ്ടാണ് അവർ പോണത്. പിന്നെ ചിക്കൻ വറുത്തത് അങ്ങനത്തെ സൈഡായിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിലത്തെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വീട്ടിലെ സ്വന്തം ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പം എന്തായാലും ആയിക്കൊണ്ടാണ് പോണത്. പിന്നെ കഞ്ഞി കുടിക്കാൻ പോവാണ്. കായുപേരിയും ചമ്മന്തിയും, കഞ്ഞിപ്പേരിയും അല്ല കഞ്ഞിപ്പേരി അല്ലല്ലോ, കായുപ്പേരിയും കഞ്ഞിയും ചമ്മന്തിയും മാത്രം. അപ്പോഴേക്കും സി ചേച്ചിയും ഫാമിലിയൊക്കെ വരില്ലേ? 9:30 ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവരിപ്പോൾ എത്തുമായിരിക്കും. അവരോട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം കേട്ടോ. ചേച്ചിനെ കാണിക്കാൻ പറ്റില്ല. ചേച്ചി നേരത്തെ വന്ന് ഇപ്പോൾ കുളിക്കാൻ കയറിയേക്കണ്. അത് കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ കയറിയേക്കണ്. എല്ലാം കഴിഞ്ഞു. പോവാൻ റെഡി ആക്കണം. നീ കഞ്ഞി കുടിക്കുക. അതെ, സ്ഥലം കാലിയാക്കി. എത്രയും വേഗം സ്ഥലം കാലിയാക്കാം. നിങ്ങൾ റെഡി ആയില്ലേ? ഞാൻ റെഡി ആവണ്ടേ? ഞാൻ വരുമ്പോൾ അമ്മ ചായ കുടിക്കുക, നീ കഞ്ഞി കുടിക്കുകയാണ്. അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ പറ. ബൈ ബൈ. ബൈ ബൈ പറ. ഒരു പറയണം അമ്മേ. ഒരു ബൈ ബൈ പറയോ? ബൈ ബൈ.